എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഞാനിന്ന് നമ്മളെ വീട്ടിലത്തെ കോഴി വളർത്തല്, താറാവ് വളർത്തല് അതിന്റെ കുറച്ച് വീഡിയോകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും സ്വാഗതം. നമ്മളെ കോഴിക്കൂട്ടിക്ക് കയറാൻ വേണ്ടിയിട്ട് വേറെ ചെരുപ്പാണ് ഉപയോഗിക്കുക. കാരണം അവിടേക്ക് കോഴിക്കട്ടം കാര്യങ്ങളൊക്കെ ഉള്ള കാരണം വേറെ ചെരുപ്പ് ഇട്ടിട്ടൊക്കെ കയറുക. അതിന് വേറെ ചെരുപ്പ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ ഈ കോഴിക്കോട് ഒരു 5 സെന്റിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതും 8 അടി ഹൈറ്റില് നെറ്റ് കൊണ്ട് കെട്ടി തിരിച്ചു നോക്കുകയാണ്. 2 സെക്ഷൻ കോഴിക്കോടും 1 സെക്ഷൻ ആടും കൂടെ ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അതിലൊരു സെക്ഷനിൽ കോഴികളെ ഒരു കൂട്ടിലും പിന്നെ താറാവ് വേറെ കൂട്ടിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആദ്യം നമ്മൾ കോഴിക്കൂട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം മൊത്തമായിട്ടൊന്ന് അടിച്ചിടും. എന്നും അത് അങ്ങനെയാണ് ചെയ്യുക. ഫുള്ളായിട്ട് അടിച്ച് വൃത്തിയാക്കും. ഇതിന് ശേഷം നമ്മൾ കോഴിക്ക് ഉള്ള വെള്ളമുണ്ട്. വെള്ളം നമ്മൾ ഫിൽറ്റർ ചെയ്ത വെള്ളം കൊടുക്കുക. ഇനി ആ പാത്രങ്ങളൊക്കെ കഴുകി ക്ലീൻ ആക്കിയിട്ട് നല്ല വെള്ളം വെച്ച് കൊടുക്കണം. ഫിൽറ്റർ ചെയ്ത വെള്ളം കൊടുക്കുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല. എപ്പോഴും കോഴികൾക്ക് ഉഷാറായിരിക്കും. മറ്റേത് ഈ പൊട്ട വെള്ളമൊക്കെ കുടിക്കുമ്പോൾ അതിന് ഓരോരോ ചുമയും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. നമ്മൾ ഫിൽറ്റർ ചെയ്ത വെള്ളം മാത്രമാണ് കോഴിക്ക് കൊടുക്കാറുള്ളൂ. 3 പാത്രത്തിൽ ഇങ്ങനെ പിടിച്ചേക്കും. ഉച്ചയ്ക്കും അതേമാതിരി വെള്ളം കളഞ്ഞിട്ട് വീണ്ടും പുതിയ വെള്ളം തന്നെ വെക്കും. 3 പാത്രത്തിൽ വെള്ളം നിറച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങി കോഴിക്കോട് താറാവും കൂടെ ഒക്കെ തുറന്നു വിടും. കോഴികളെല്ലാം മുകളിലാണ് കയറിക്കുക. അതിനുശേഷം നമ്മൾ പ്രത്യേക 2 കൂടുകളുണ്ട്. ഒന്ന് ഈ കോഴികളെ മുട്ടയിടുന്ന കൂടാണ്. അടിയത്തെ ചാത്തൻ കോഴിയാണ്. അതിന് നമ്മൾ അയച്ചിടാറില്ല. ആള് കുറച്ച് തല്ലുകൂട്ടുന്നതാണ്. അതുകൊണ്ട് എപ്പോഴും കൂട്ടിൽ തന്നെ കിടക്കുന്നത്. അതിനുശേഷം നമ്മൾ താറാവുണ്ട്. താറാവിനെ അയച്ചിടണം. താറാവ് മുട്ടയിട്ടുണ്ട്. താറാവുകള് രാത്രിയാണ്, പുലർച്ചെ രാത്രി ആ സമയത്താണ് മുട്ടയിടുക. പൊട്ടാണ്ട് മെല്ലനെ എടുക്കാൻ നമുക്ക് താറാവ് മുട്ട. അഞ്ച് താറാവുണ്ട്. 4 പെടയും 1 പൂവനാണ്. 3 മുട്ട ഇട്ടിട്ടുണ്ട്. കൂടും കൂടി ഉണ്ട്. കുഞ്ഞുങ്ങളെ മാത്രം ഇടുന്ന ഒരു കൂടും കൂടി ഉണ്ട്. അത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ അയച്ചിടുക ചെയ്യുക കോഴി കുഞ്ഞുങ്ങളെ. അപ്പോൾ പ്രത്യേക തല്ലുകൂട്ട ഉണ്ടാവില്ല. മറ്റേത് വലിയ കോഴികൾ കൊത്തിയിട്ട് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ കുറച്ച് വലുതാവണ വരെ നമ്മൾ ഈ ചെറിയ കൂട്ടിലാണ് കുഞ്ഞുങ്ങളിട്ട്. നമ്മൾ താറാമുട്ട എടുത്തു. ഇനി കോഴിക്കൂട്ടിൽ കുറച്ച് മുട്ട ഉണ്ടാവണം. അത് നോക്കാനുണ്ട്. കോഴിക്കൂട്ടിൽ ഇപ്പോൾ 3 മുട്ടയുള്ളൂ. പക്ഷെ എല്ലാ കോഴികളും മുട്ടയിടും. അത് കുറേശ്ശായിട്ടാണ് മുട്ടയിടുള്ളൂ. അത് ഒരു 10-11 മണിയാകുമ്പോഴേക്കും ഒരു 10-15 മുട്ട കിട്ടും നമുക്ക്. ഇനി നമുക്ക് ഈ മുട്ട കൊണ്ടുവച്ചിട്ട് ഇനി കോഴിക്കുള്ള തീറ്റയുടെ കാര്യങ്ങൾ നോക്കാം. നമ്മൾ
കിട്ടിയ മുട്ടകൾ ഇവിടെ ഒരു കൂടുണ്ട്, അതിൽ പാത്രത്തിലാക്കി മാറ്റിയൊക്കെ ചെയ്യുക. ഇതൊക്കെ ഇന്നലെ കിട്ടിയ മുട്ടകളാണ്. ഇനി നമുക്ക് തീറ്റയുടെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. കോഴിക്ക് കൊടുക്കാനുള്ള തീറ്റകൾ എന്ന് പറഞ്ഞാൽ നമ്മളെ പറമ്പിലുള്ള സാധനങ്ങൾ തന്നെ കൊടുക്കുക. എല്ലാ ഈ വാഴയുടെ തണ്ട്, എന്താ പച്ചക്കറികളിൽ അതാണ് ചെറുതായി അരിഞ്ഞിട്ട് നമ്മൾ എല്ലാതും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. അതേമാതിരി ഗോതമ്പ് നമ്മൾ തലേദിവസം തന്നെ വെള്ളത്തിലിട്ടുണ്ടാവും. വെള്ളത്തിലിട്ടാൽ ഒന്ന് കുതിർന്നു കഴിഞ്ഞാൽ കോഴികൾക്ക് പെട്ടെന്ന് ദഹനത്തിനൊക്കെ നല്ലതാണ്. പിന്നെ ഇത് മാത്രമല്ല, നമ്മൾ കോഴിക്ക് കൊടുക്കാൻ ചോളത്തവിട് താറാവിനൊക്കെ വേണ്ടിയിട്ടാണ്. അതൊന്ന് നമ്മൾ ചെറുതായിട്ട് നനച്ചിട്ട് വെച്ച് കൊടുക്കും. പിന്നെ അതേമാതിരി തന്നെ നമ്മൾ ഗോതമ്പും നമ്മളൊരു അരിയും കൂടിയിട്ടാണ് അതും വേറെയും കൊടുക്കാറുണ്ട് സെപ്പറേറ്റ് ആയിട്ട്. നമ്മൾ ഈ ഇലവർഗ്ഗങ്ങൾ ചെറുതായിട്ട് നുറുക്കിയിട്ടാണ് കോഴിക്ക് കൊടുക്കുക മിക്സ് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് ചിലവും കുറവാണ്. വാഴപ്പിണ്ടി വാഴ നന്നായി പറമ്പുള്ള കാരണം അതെപ്പോഴും മുറിച്ച് കൊടുക്കും. ചെറുതായി അരിയണം, എന്നാലേ പെട്ടെന്ന് കോഴികൾ തിരിഞ്ഞുള്ളത്. ഇത് ചേനയുടെ തണ്ടാണ്. പിന്നെ ഇത് വാഴക്കൊമ്പ്. പിന്നെ ഇത് തരം ചീരയാണ്. ഇത് കോഴികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ കഞ്ഞിക്കൂക്ക എന്ന് പറയും, അതും മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതും കോഴികൾക്ക് നല്ലതാണ്. അസുഖങ്ങൾ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കുട്ടികൾക്ക് കൊടുക്കുന്ന മാതിരി തന്നെ അതും ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് കൊടുക്കാറല്ലേ മിക്സ് ചെയ്തിട്ട്. നമ്മളെ വീട്ടിൽ എന്ത് ഇല കിട്ടിയാലും അത് അരിഞ്ഞു കൊടുക്കും. രാവിലെ എന്നും വാഴത്തണ്ട് അരിഞ്ഞു കൊടുക്കുക. വാഴയാണ് കൂടുതൽ, അത് അരിഞ്ഞിട്ടാണ് കൂടുതലായി കൊടുക്കാറ്. അങ്ങനെ നമ്മൾ അരിഞ്ഞത് ഉണ്ട്. പിന്നെ ഗോതമ്പ് വെള്ളത്തിലിട്ടത് നമ്മളിങ്ങനെ ഒരു പാത്രത്തിൽ ചോളത്തോടും കൂടി എടുക്കും. അതിലും കുറച്ച് വെള്ളം ഒഴിക്കണം. ഗോതമ്പിലുള്ള വെള്ളം തന്നെ മതി, കുഴപ്പമില്ല. ഇനി ഈ മൂന്നും കൂടിയിട്ട് നമ്മൾ കോഴിക്കൂട്ടിൽ ഓരോ പാത്രത്തിലാക്കി കൊണ്ടിട്ട് കൊടുക്കും. ചോളത്തോടൊക്കെ താറാവിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇനി നമുക്ക് കോഴിക്കോട്ടേക്ക് പോവാം. എല്ലാം കരച്ചു തുടങ്ങി. ടീച്ചർ വന്നപ്പോൾ കരച്ചു തുടങ്ങി. ചോളത്തോട് ഇതിലിട്ട് കൊടുക്കും. ചെറിയ നനവിലിട്ട് കൊടുക്കും. മുറിക്കിയ സാധനങ്ങൾ ശേഷം ഗോതമ്പ് നമുക്ക് എവിടെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. കാരണം മണ്ണിലായ വീണാലും കുഴപ്പമില്ല, അത് മുളച്ച് വന്നോളും, നാശമായി പോവില്ല. ആദ്യം തീറ്റയെ കൊടുത്തിരുന്നത്. ഇപ്പോൾ മഴക്കാലമായ കാരണം പെട്ടെന്ന് വെള്ളമായി അലിഞ്ഞു പോണ കാരണം നമ്മൾ ഗോതമ്പാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഗോതമ്പ് നമുക്ക് ഇവിടെ പെട്ടെന്ന് കൊടുക്കാം.
അതേപോലെ നമ്മൾ കോഴിക്കൂടിൻ്റെ ഉള്ളിൽ കോഴികൾ മുട്ടറിനടുത്ത് നമ്മൾ ആഴ്ചയിൽ അടിച്ച് ക്ലീൻ ആക്കും. കോഴിക്കാട്ടം കാര്യങ്ങളുണ്ടാവും. എന്നിട്ട് നമ്മൾ കടപ്പുറം പൂഴി അതിൽ കൊണ്ടിടുകയും ചെയ്യുക. അപ്പോൾ കോഴിക്ക് ഇരിക്കാൻ മുട്ടടാതിരിക്കാനും സൗകര്യമാണ്. കോഴിമുട്ട പൊട്ടും ചെയ്യില്ല. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ കടപ്പുറം പൂഴി നിറക്കി ഓരോ സെക്ഷനായിട്ടാണ് പണിതുള്ളത് നമ്മൾ. ഇതാകുമ്പോൾ കോഴികൾക്ക് ഇരുന്ന് മുട്ടയിടാനും സൗകര്യമാണ്. കോഴിമുട്ട അങ്ങനെ പൊട്ടും ചെയ്യില്ല. ചിലപ്പോൾ ഒരു കൂട്ടിൽ 2-3 കോഴി ഒരുമിച്ച് വന്ന് മുട്ടയിടുമ്പോൾ മുട്ട അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ആയിട്ട് പൊട്ടാറുണ്ട്. അപ്പോൾ കോഴി ഇങ്ങനെ നിറയ്ക്കാൻ തന്നെ പൊട്ടാറില്ല. നമ്മൾ ഈ ആഴ്ചയിൽ എല്ലാ ആഴ്ചയും ക്ലീൻ ആക്കും കൂട്. അങ്ങനെ നമ്മൾ താറാവിന് കുളിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കുളം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. താറാവുകളിൽ അതിൽ കുളിക്കും. താറാവിന് വെള്ളം എന്തായാലും ആവശ്യമാണ്. അപ്പം അതിൻ്റെ ചെറിയൊരു കുളം സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ. അതിൽ വെള്ളം 2 ദിവസം കൂടുമ്പോൾ നമ്മൾ മാറ്റി കൊടുക്കും. അതേപോലെ തന്നെ നമ്മൾ ഒരു സൈഡിൽ ഒരു കോർണറിലായിട്ടാണ് ഈ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. നമ്മൾ വീട്ടിലത്തെ പച്ചക്കറികളും വേസ്റ്റ് വരുന്നതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇട്ട് കൊടുക്കും. അല്ലെങ്കിൽ ആ കൂടിൻ്റെ ഉള്ളിലാകെ പറന്ന് കിടക്കുന്ന കാരണം ഇത് ഒതുക്കിയിട്ട് ഇതിൽ ഇട്ട് കൊടുക്കുകയും ചെയ്യാം. നമ്മൾ ഡെയിലി വീട്ടിലുണ്ടാവുന്ന വേസ്റ്റൊക്കെ ഈ കുഴിയിൽ ഇട്ട് കൊടുക്കുകയും ചെയ്യാം. നാടൻ കോഴികളാണ്. അത് മുള്ളൻ കോഴികളുണ്ട്, കഴുത്തിൽ തൂവില്ലാത്തത്, കരിങ്കോഴി, പിന്നെ പാലക്കാടൻ കോഴി, പിന്നെ ഇപ്പോൾ ഒരു തമിഴ്നാട്ടിൽ നിന്ന് ഒരു 3 കോഴികളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ അങ്ങോട്ടൊന്ന് ടൂർ പോയപ്പോൾ അവിടെ നിന്ന് ഒരു 3 കോഴികളെ കൊണ്ടുവന്നു. ഈ ടൈപ്പ് കോഴികളാണത്. നല്ല കഴുത്തിന് നീളമുള്ള ടൈപ്പ് കോഴികൾ. പിന്നെ നമ്മളതിൽ ചെറിയ കാലുള്ള കോഴിയുണ്ട്. ഇതൊക്കെ നന്നായി മുട്ടറുന്ന കോഴികളാട്ടാ. ഇതൊക്കെയാണ് നമ്മളെ കോഴിക്കൂടിൻ്റെ വിശേഷങ്ങൾ.